നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതി വാർഡ് കഴിഞ്ഞ 15 വർഷക്കാലമായി BJPയുടെ കുത്തക സീറ്റായ ജഗതി വാർഡിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PK മധു അവർകളാണ്. മധു ചേട്ടാ, വികസന തുടർച്ച തന്നെയാണ് ലക്ഷ്യം? പൂർണ്ണമായും വികസനം ഇവിടെ കഴിഞ്ഞു. ഡ്രെയിനേജ് പോലും ഇല്ലായിരുന്ന ഈ സ്ഥലത്ത് ഡ്രെയിനേജ് കൊണ്ടുവരികയും അമൃത് പദ്ധതിപ്പെടുത്തി, പ്രൈം മിനിസ്റ്ററുടെ അമൃത് പദ്ധതിപ്പെടുത്തി ജഗതി ഈ മൈത്രി നഗർ മുഴുവൻ, മൈലക്കാവിളാകം, മൈത്രി നഗർ, കുളപ്പുര, ജഗതി സ്കൂൾ റോഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലും 100 വർഷത്തോളമായി ഇവിടുത്തെ ഡ്രെയിനേജ് പ്രശ്നം പരിഹരിക്കാൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം അത് കഴിഞ്ഞ പ്രാവശ്യം അമൃത് പദ്ധതിപ്പെടുത്തി ചെയ്യാൻ പറ്റി. അത് വലിയൊരു നേട്ടമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു, കക്കൂസ്. അത് മോദിയുടെ ആ സ്വപ്നം ഇവിടെ ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയോടുകൂടി മത്സരം ശക്തമായ ഒരു സ്വതന്ത്രന്മാർ മത്സരിക്കുന്നുണ്ട്. ആര് മത്സരിച്ചാലും ഇവിടെ BJPയുടെ കോട്ടയാണ്. ഇവിടെ ഒരു കാരണവശാലും വേറൊരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അത് ഈ ജഗതി വാർഡ് നഗരസഭാ സീറ്റിന് വേണ്ടി മത്സരിക്കേണ്ടതില്ല എന്ന് വേണം പറയാം. നമുക്ക് ഈ കോർപ്പറേഷൻ ഇത്തവണ BJP പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇരിക്കുന്നത്. വികസിതാനന്ദപുരിയാണ് ആശയമാണ്. അപ്പം അതേ ആശയം തന്നെയാണോ ജനങ്ങളോട് പറയുന്നത്? അതെ. കാരണം നഗരസഭയെ പൊളിച്ചടുക്കി വെച്ചിരിക്കുകയാണ്. കാരണം താന്തോന്നിത്തരം, അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ഇത് സാമ്പത്തികമായിട്ട് തകർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ കെടുകാര്യസ്ഥത എന്ന് വേണം പറയാൻ. കാരണം എല്ലാ തലത്തിലും, ഉദ്യോഗസ്ഥ തലത്തിലായാലും താഴ്ത്തട്ടിലായാലും എല്ലാം മാർക്സിസ്റ്റ് വൽക്കരണം. അവർക്ക് വേണ്ടി മാത്രം ഒരു നഗരസഭ. മറ്റുള്ളവർക്ക് ആരും വേണ്ട, മറ്റുള്ള പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും വേണ്ട. അവർക്ക് ഒരു കിറ്റ് കൊടുക്കുക, വോട്ട് നേടുക, ഇല്ലെങ്കിൽ ഈ സമയമാകുമ്പം 1000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞേക്കാണ്. ഇപ്പം പല വീടുകളിൽ ചെന്നപ്പോൾ 1000 രൂപയുടെ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫോം ഉണ്ടാകുന്നതാണ് മുൻ കൗൺസിലറുടെ ചോദിക്കുന്നത്, ഫാം വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് അവരെ ജനങ്ങളെ പറ്റിക്കുന്നത്. ഇത് ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള 1000 രൂപയാണ്. അത് കഴിഞ്ഞാൽ അത് തീരും. അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതുവരെ നിൽക്കും. അത് കഴിയുമ്പോൾ അതും തീരും. ഇത് തന്നെ പ്രധാന കാര്യം. അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ എന്നല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ സീറ്റ് കൂടുകയല്ലാതെ കുറയുകയില്ല. കാരണം മെജോറിറ്റിയും കഴിഞ്ഞ് നിൽക്കും. നഗരസഭ ഭരിക്കാനുള്ള, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനുള്ള മെജോറിറ്റിയും കഴിഞ്ഞ് BJP സീറ്റ് നേടും എന്നുള്ളതിന് ഏതൊരു സംശയവും ഇല്ല. ഇപ്രാവശ്യം അത് പ്രാവർത്തികമാവുകയും ചെയ്യും. ഇതുവരെയുള്ളതല്ല. ഇതുവരെ നിന്നത് പരീക്ഷണങ്ങളായിരുന്നു. ജയിക്കുമോ എന്ന്. പക്ഷേ ഇപ്രാവശ്യം ജയിക്കും എന്ന് പറഞ്ഞ് എന്നെ എല്ലാ വാർഡുകളിലും നിർത്തിക്കുന്നത് സുന്ദരമായ സ്ഥാനത്ത്. അനിരുദ്ധൻ്റെ ആ മകനെ വരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അനിരുദ്ധൻ്റെ മുൻ DGP വരെ സ്ഥാനാർത്ഥിയാണ്. അനിരുദ്ധൻ്റെ മകൻ കസ്തൂരി, അദ്ദേഹം SFIയുടെ സമ്പത്തിൻ്റെ അനിയൻ, MP സമ്പത്തിൻ്റെ അനിയൻ, MP ആയിരുന്നു സമ്പത്തിൻ്റെ അനിയൻ. ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് നിർത്തിയിരിക്കുന്ന സമ്പത്തിൻ്റെ അനിയൻ കസ്തൂരി വരെ ആ തൈക്കാട് വാർഡിൽ കൗൺസിലറാണ്. അടുത്ത തവണ വരും, അതിൽ സംശയമില്ല. അങ്ങനെ എത്ര വാർഡ്, വഴുതക്കാട് DGP ശ്രീലേഖ, അവർ ശാസ്ത്രമംഗലം, അവരവിടെ സുഖമായിട്ട് ജയിച്ചു വരും. അങ്ങനെ എത്ര വാർഡുകൾ തൂത്തുവാരും ഇത്തവണ BJP കോർപ്പറേഷനിൽ തൂത്തുവാരി വരും. മാർക്സിസ്റ്റ് കൗൺസിലർമാരെ കാണാൻ പോലും പറ്റില്ല. ആ സ്ഥിതിയാണ് വരാൻ പോകുന്നത്. അതിൽ ഒരു സംശയം വേണ്ട. ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നത്. ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന ആ അവസരത്തിൽ BJP ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ ജഗതിയുടെ ഭാഗമായി മധുചേട്ടൻ ഉണ്ടാകുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടു കൂടി നിർത്താം. നന്ദി, നമസ്കാരം. 1995 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. 1995 ജഗതി വാർഡിൽ ഈശ്വരി വിലാസം റോഡിൽ EK നയനാർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ താമസിച്ചിരുന്നത് ജഗതി വാർഡിലാണ്. അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിൽ ഞാൻ 2ാം സ്ഥാനം, അദ്ദേഹം വോട്ട് കുത്തിയ ആൾ 3ാം സ്ഥാനം. അത് കഴിഞ്ഞ് അന്ന് 95 ഞാൻ 2ാം സ്ഥാനം വന്ന വാർഡാണ്. 95 2ാം സ്ഥാനം വന്നു. അതിനുശേഷം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, ജോലിയായി മറ്റുമൊക്കെ ആയി. അതിനുശേഷം കഴിഞ്ഞ 15 വർഷം കൊണ്ട് എൻ്റെ ഭാര്യ ഷീജ മധുവാണ് കൗൺസിലർ. അവരിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്.